ലിക്വിഡ്സിലെ പ്രകാശത്തിന്റെ സ്കാറ്ററിംഗുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ എഫക്റ്റ്. ഭാരതീയ ശാസ്ത്രജ്ഞനായ CV രാമനാണ് രാമൻ എഫക്റ്റിന്റെ ഉപജ്ഞാതാവ്. കൽക്കട്ട യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന രാമൻ പ്രകാശത്തെ സംബന്ധിച്ച ചില സുപ്രധാന കണ്ടുപിടുത്തങ്ങൾ നടത്തി. സബ്സ്റ്റൻസിന്റെ ഘടന മനസ്സിലാക്കാൻ ഇവ സഹായിച്ചു. രാമൻ എഫക്റ്റ് എന്നറിയപ്പെടുന്ന ഈ കണ്ടുപിടുത്തത്തിന് 1930 നോബൽ സമ്മാനം ലഭിച്ചു. ഏതെങ്കിലും ഒരു പ്രത്യേക നിറത്തിലുള്ള ഏകവർണ്ണ കിരണങ്ങളെ അഥവാ മോണോക്രോമാറ്റിക് റേസിനെ ട്രാൻസ്പെറന്റ് ആയ പദാർത്ഥങ്ങളിൽ കൂടി കടത്തിവിട്ടാൽ റിഫ്രാക്ഷൻ മൂലം ആ നിറത്തിൽ നിന്ന് വിഭിന്നമായ നിറത്തോടു കൂടിയ രശ്മികൾ അഥവാ റേസ് ഉണ്ടാകുന്നു. ഈ റിഫ്രാക്ഷൻ മൂലമുണ്ടാകുന്ന പുതിയ പ്രകാശരശ്മിയെ ഒരു പ്രിസത്തിൽ കൂടി കടത്തിവിട്ടാൽ സ്പെക്ട്രത്തിൽ പുതിയ ചില രേഖകൾ കാണുന്നു. ഈ പുതിയ രേഖകളെ രാമൻ രേഖകളെന്നും ഈ സ്പെക്ട്രത്തെ രാമൻ സ്പെക്ട്രം എന്നും പറയുന്നു. രാമൻ എഫക്റ്റ് മോളിക്യൂൾസിൽ ഒരു പ്രകാശകിരണം വ്യതിചലിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രകാശത്തിന്റെ വേവ് ലെങ്തിലെ മാറ്റം. When a light beam passes through a dust-free transparent sample of a chemical compound, a small fraction of the light is refracted in the directions other than the beam. അതായത് ഒരു കെമിക്കൽ കോമ്പൗണ്ടിന്റെ പൊടിരഹിതവും ട്രാൻസ്പെറന്റുമായ സാമ്പിളിൽ ഒരു പ്രകാശകിരണം കടന്നു പോകുമ്പോൾ പ്രകാശത്തിന്റെ ഒരു ചെറിയ അംശം ബീം ഒഴികെയുള്ള ദിശകളിലേക്ക് ഉയർന്നു വരുന്നു. ഈ ചിതറിക്കിടക്കുന്ന പ്രകാശത്തിന്റെ ഭൂരിഭാഗവും മാറ്റമില്ലാത്ത വേവ് ലെങ്സ് ഉള്ളതാണ്. എന്നിരുന്നാലും ഒരു ചെറിയ ഭാഗത്തിന്റെ ഇൻസിഡന്റ് ലൈറ്റ്സിൽ നിന്നും വ്യത്യസ്ത വേവ് ലെങ്സ് ഉണ്ട്. അതിന്റെ സാന്നിധ്യം രാമൻ എഫക്റ്റിന്റെ ഫലമാണ്. ആകാശത്തിൽ നീല നിറത്തിന് കാരണം നിർവഹിച്ച ശാസ്ത്രജ്ഞനായ റാലെ പ്രഭു നേരിട്ട വലിയൊരു ചോദ്യമായിരുന്നു എന്തുകൊണ്ട് കടലിന് നീല നിറമെന്നത്. ആകാശത്തിന്റെ പ്രതിഫലനമാണ് കടലിന് നീല നിറത്തിന് കാരണമെന്നത് റാലെ വിശദീകരിച്ചു. ഈ വിശദീകരണം ഒരുപാട് കാലം ശാസ്ത്രലോകം വിശ്വസിച്ചു. 1921 സർ CV രാമൻ ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലേക്ക് കടൽ മാർഗം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് റോലെയുടെ വിശദീകരണത്തിന് ചെറിയൊരു സംശയം തോന്നി. കാരണം കടൽ ശോഭിച്ചിരിക്കുമ്പോഴും ആകാശത്ത് കാർമേഘങ്ങൾ നിറഞ്ഞിരിക്കുമ്പോഴുമെല്ലാം കടൽ നീല നിറത്തിൽ തന്നെയാണ്. ആകാശത്തിന്റെ പ്രതിഫലനമാണ് ഇതിന് കാരണമെങ്കിൽ ആകാശം കാർമേഘം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ കടൽ കറുത്തിരിക്കണമല്ലോ. കൊൽക്കത്തയിലെത്തിയ CV രാമൻ മോളിക്യൂൾസും പ്രകാശവും തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തെക്കുറിച്ച് പഠിച്ചു. തുടർന്ന് തൊട്ടടുത്തുള്ള വർഷം റോയൽ സൊസൈറ്റി ജേണലിൽ പ്രകാശവും മോളിക്യൂൾസും തമ്മിലുള്ള പരസ്പര പ്രവർത്തനത്തെക്കുറിച്ച് ഒരു പ്രബന്ധം തയ്യാറാക്കി അയച്ചു കൊടുത്തു. ഇത് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടു. രാമൻ എഫക്റ്റ് എന്ന പേരിൽ ഇത് അറിയപ്പെട്ടു. കടലിന്റെ ഉപരിതലത്തിലെ നീല നിറത്തിന് കാരണം പ്രകാശം വാട്ടർ മോളിക്യൂൾസിൽ തട്ടിച്ചിതറുന്നതാണ്. ഇത് സാധാരണ ലൈറ്റ് സ്കാറ്ററിംഗ് എന്ന പ്രതിഭാസം തന്നെയാണ്. പക്ഷേ കടലിലെ ആഴമേറിയ ഭാഗങ്ങളിലെ കടുത്ത നീല നിറത്തിനുള്ള കാരണം പ്രകാശത്തിന്റെ അബ്സോർപ്ഷനാണ്. അതായത് പ്രകാശം ജലത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ എനർജി കുറഞ്ഞ ലോങ്ങർ വേവ് ലെങ്ത് കൂടിയ പ്രകാശം അബ്സോർബ് ചെയ്യപ്പെടും. തുടർന്ന് വേവ് ലെങ്ത് കുറഞ്ഞ എനർജി കൂടുതലുള്ള നീല നിറത്തോടുള്ള ഭാഗം മാത്രം കാണപ്പെടുന്നു. കടലിലെ നീല നിറത്തെ CV രാമൻ വിശദീകരിച്ചത് ഇങ്ങനെയാണ്. ഈ രാമൻ എഫക്റ്റിന്റെ കണ്ടെത്തലിന് 1930 അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു.